ഗുരുവായ ശുക്രാചാര്യന്റെ മകളായ ദേവയാനിയുടെ വിവാഹാനന്തരം അവർക്കൊരാൺകുഞ്ഞ് ജനിക്കുന്നു. ദേവയാനി കുഞ്ഞിന് യദു എന്ന് നാമകരണം ചെയ്തു. കുഞ്ഞിനെ കാണിക്കാനായി കച്ചനടക്കമുള്ള മഹർഷിമാരെയും ബന്ധുമിത്രാദികളെയും ദേവയാനി കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. സഞ്ജീവിനി മന്ത്രം നഷ്ടപ്പെട്ട ശുക്രാചാര്യൻ വീണ്ടും കഠിന തപസ്സിനായി പുറപ്പെടുന്നതിന് മുൻപ് അസുര രാജാവായ വൃഷപർവാവ് മഹാരാജാവിനോടൊത്ത് ഹസ്തിനപുരിയിലേക്ക് വരുന്നു. ശർമ്മിഷ്ഠ തന്റെ സങ്കടങ്ങളെല്ലാം മുന്നിലൊതുക്കി ദേവയാനിയുടെ ദാസിയായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. ഇനി തുടർന്ന് കാണുന്നു. മോളെ ശർമ്മിഷ്ഠേ, ഒരു ദാസിയുടെ രൂപത്തിൽ നിന്നെ കാണാൻ എനിക്ക് വയ്യ. ഇതിലും ഭേദം എന്റെ രണ്ട് കണ്ണുകളും കുത്തി പൊട്ടിക്കുന്നതായിരുന്നു. ദേവേനയുടെ കുത്തുവാക്കുകൾ ഒഴിച്ചാൽ എനിക്കിവിടെ ഒരു കുറവുമില്ല അച്ഛാ. യയാതി മഹാരാജാവും അദ്ദേഹത്തിന്റെ അമ്മയും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. എന്നാലും മോളെ, ഞാനന്ന് ദേവയാനിയുടെ വ്യവസ്ഥകൾ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ വെറുമൊരു അച്ഛൻ മാത്രമല്ലല്ലോ, സഞ്ജീവിനി നഷ്ടപ്പെട്ട ഈ അസുരകുലത്തിന്റെ രാജാവ് കൂടിയുണ്ട്. എന്ത് ചെയ്യാം, ശുക്രാചാര്യനെ ഗുരുവായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ എന്തിനാ ദേവയാനിയെ അത്രമാത്രം അപമാനിച്ചതെന്നറിയില്ല. ആ സമയത്ത് മനസ്സും നാവും എന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നു ഒരു നിസ്സാര വസ്ത്രത്തിന്റെ പേരിൽ ഇത്രയ്ക്ക് ശത്രുക്കളായതിനെ ഓർത്താണ് എനിക്ക് വിഷമം. കുട്ടിക്കാലം മുതലേ എന്നെ അപമാനിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ദേവയാനി പാഴാക്കാറില്ല. അവൾ എന്നെ പോലെ ഒരു രാജകുമാരിയെ ജനിക്കാത്തത് എന്റെ കുറ്റം കൊണ്ടാണ്. എവിടെയും എപ്പോഴും ദേവയാനി ശർമ്മിഷ്ഠയേക്കാൾ കേവിയാണെന്ന് തെളിയിക്കാനായിരുന്നു അവളുടെ ശ്രമം. കുറെയൊക്കെ ഞാനാണ് ഇതിന് ഉത്തരവാദി. ശുക്രാചാര്യൻ തപസ്സിന് പോയപ്പോൾ അമ്മയില്ലാതെ വളർന്ന ദേവയാനിക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ കാത്തു പരിപാലിച്ചു. സഞ്ജീവനി ലഭിച്ചാൽ ദേവന്മാരെ തോൽപ്പിക്കാമല്ലോ എന്ന് ഞാനും കരുതി. അതാണ് അവളെ ഇത്രയ്ക്ക് അഹങ്കാരിയാക്കിയത്. ഇത്രയും കാലം ഞാൻ അടക്കി പിടിച്ചത് മുഴുവൻ ചില പാഴ്വാക്കുകളായി പുറത്തു വന്ന കാരണം എനിക്കിപ്പോൾ ദേവയാനിയുടെ ദാസിയാകേണ്ടി വന്നു. എന്നാലും ദേവയാനിയെ കൊല്ലാൻ വേണ്ടി നീ അവളെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ലച്ചാ, ആ വസ്ത്രത്തിന് വേണ്ടിയുള്ള പിടിവലിയിൽ ദേവയാനി കാല് തെറ്റി വീണു പോയതാ. അവളെ രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കിയതാണ്, പക്ഷെ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കൊട്ടാരത്തിലേക്ക് ഓടി വന്ന് അച്ഛനെ വിവരം അറിയിച്ചത്. എല്ലാം വിധിയാണ് മോളെ. ഞാൻ എന്തു പറഞ്ഞാലും നിന്നെ സമാധാനിപ്പിക്കണം. യയാതി മഹാരാജാവിന്റെ പട്ടമഹർഷിയായി ഈ കൊട്ടാരത്തിലേക്ക് നിന്നെ അയക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷെ വെറും ഒരു ദാസിയായി എന്റെ മകളെ, അച്ഛാ, ഭാഗ്യഹീനനായ ഈ അച്ഛന്റെ പ്രവൃത്തികൾക്ക് എന്റെ മോളെന്നെ ശപിക്കരുത്. ഞാൻ അങ്ങയുടെ പുത്രനായിരുന്നെങ്കിൽ, ഒരു നീണ്ട യുദ്ധത്തിന് പുറപ്പെട്ടു പോയിരുന്നെങ്കിൽ അച്ഛൻ എന്ത് തോന്നുമായിരുന്നു? എനിക്ക് വലിയ അഭിമാനം തോന്നുമായിരുന്നു. എങ്കിൽ ഈ സമയത്തും അതേ അഭിമാനം ഉണ്ടാകണം. അച്ഛന്റെ ശർമ്മിഷ്ഠ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ യുദ്ധത്തിലാണ്. സ്വന്തം വിധിയോടാണ് യുദ്ധം. അങ്ങയുടെ വംശത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ശർമ്മിഷ്ഠ ചെയ്യില്ല. ശർമ്മിഷ്ഠേ, നിൽക്കൂ. എന്താണ് ഇത്ര തിടുക്കം? അയ്യോ, അങ്ങനെയൊന്നുമില്ല. മഹാരാജാവുമായിട്ട് അധികം സമ്പർക്കം പാടില്ല എന്ന് മഹാറാണി കൽപ്പിച്ചിട്ടുണ്ട്. ആര്? എന്റെ അമ്മയോ? അല്ല, ദേവയാനി. അവൾ ഒരു അഹങ്കാരി, ഉദ്ഗോപിക്കുന്നു. അസുരഗുരുവിന്റെ മകളല്ലേ, തനി സ്വഭാവം കാണാതിരിക്കില്ലല്ലോ. ഞാനും ഒരു അസുരരാജാവിന്റെ മകളാണ്. ഓരോ സ്ത്രീകളും സുന്ദരമായ പൂക്കൾ പോലെയാണ്. ചിലതിന് അഴകേറും, മറ്റു ചിലതിന് മണമേറും. ഇത് രണ്ടുപേറിയാലോ ശർമ്മിഷ്ഠയെ പോലെ സുന്ദരികളായ സ്ത്രീകളാവും. കുട്ടിക്കാലം മുതലേ ഞാൻ മഹാറാണിയുടെ സഖിയാണ്. റാണിയുടെ സ്വഭാവം ക്രോധം കലർന്നതാണ്. മഹാറാണിയുടെ കോപശീലം കൊണ്ട് അങ്ങ് വിഷമിക്കരുത്. അപ്പോൾ അന്തഃപുരത്തിന് പുറത്ത് ഇരുട്ടിൽ നിന്ന് വെറ്റിലത്താമ്പൂലമായി നിൽക്കുന്ന ദാസി ശർമ്മിഷ്ഠയാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ലാതെ അന്തഃപുരത്തിനകത്ത് നടക്കുന്ന വഴക്കും ബഹളവും എങ്ങനെ ശർമ്മിഷ്ഠയ്ക്ക് മനസ്സിലായി? അതുകൊണ്ടാണല്ലോ ഈ ഉപദേശം. ദാസിമാർ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നറിയാം. എങ്കിലും അതിന് ശർമ്മിഷ്ഠ ദേവയാനിക്കല്ലേ ദാസിയായിട്ടുള്ളൂ. അതവൾ എനിക്കിനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും നീ ഒരു രാജകുമാരിയാണ്. എല്ലാ കവികളും പറയുന്നത്
കലഹിച്ചില്ലെങ്കിൽ പ്രേമത്തിന് മാധുര്യം കുറയുമെന്നാണ്. ജീവിതം എപ്പോഴും അപൂർണമാണ്. ആ അപൂർണതയിലാണ് അതിൻ്റെ ആകർഷണം. ഇങ്ങനെ പ്രേമിക്കാൻ നിന്നെ ആരാണ് പഠിപ്പിച്ചത് ശർമ്മിഷ്ഠേ? എല്ലാ കാര്യങ്ങൾക്കും ഗുരു ആവശ്യമാണ്. ഒരു ഗുരുവിൽ നിന്നല്ലാതെ ആർക്കാണ് വിദ്യകൾ ലഭിച്ചിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയാണ് പ്രേമം, സഞ്ജീവനിയേക്കാൾ ശ്രേഷ്ഠം. എൻ്റെ ഗുരു ആരെന്നറിയാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പറയാം. കേൾക്കട്ടെ. ഖജനാണ് എൻ്റെ ഗുരു. ഖജനോ? ഖജനൊരു മഹർഷിയല്ലേ? പ്രേമം എന്ന് കേട്ടാൽ 3 തവണ കുളിക്കുന്ന ആളായിരുന്നല്ലോ. ഞാൻ പോകുന്നു. മഹാറാണി എന്നെ കാണാതായി കോപിക്കും. അങ്ങ് കുഞ്ഞിനെ കാണാൻ അന്തപുരത്തിലേക്ക് വരുന്നില്ലേ? ഞാൻ ശുക്രാചാര്യനെ കാത്തിരിക്കുകയാണ്. തപസ്സിന് പോകുന്നതിന് മുമ്പ് മകളെയും കുഞ്ഞിനെയും കാണാൻ വന്നിട്ടുണ്ട്. ദേവയാനി ഖജനെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഖജൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പക്ഷേ എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ... ഖജനെ കുറിച്ച് പറയുമ്പോൾ പെണ്ണുങ്ങൾക്കെല്ലാം 100 നാവാണല്ലോ. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എന്നെ ഇനി സ്ഥിരമായി അശോകവനത്തിലെ ആശ്രമത്തിലേക്ക് പറഞ്ഞുവിടാൻ മഹാറാണി തീരുമാനിച്ചിരിക്കുകയാണ്. കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന നിനക്ക് വനാന്തരം ഒരു ഏകാന്തതയാവില്ലേ? അശോകവനത്തിൽ വരുന്ന സന്യാസിമാരെ ശുശ്രൂഷിക്കലാണ് ഇനി എന്റെ പണി. പക്ഷേ എന്താ പ്രശ്നം? മഹാറാണി ഈയിടെ ജ്യോതിഷിയെ കൊണ്ട് കുഞ്ഞിന്റെ കൈകൾ നോക്കിച്ചു. രാജയോഗമൊന്നും യദുവിന്റെ കൈരേഖകളിൽ കണ്ടില്ല. എന്നെ അപമാനിക്കാനാവണം അടുത്ത് നിന്ന് എന്റെ കൈകളും നോക്കിച്ചു. ആഹാ, എന്നിട്ട് ജ്യോതിഷി എന്ന് പറഞ്ഞു? ഞാൻ ഒരുപാട് കഷ്ടപ്പെടും, എന്നാൽ എനിക്കുണ്ടാകുന്ന കുഞ്ഞ് ഒരു ചക്രവർത്തിയാകുമെന്നും പറഞ്ഞു. വെറുതെയല്ല ദേവയാനി നിന്നെ അശോകവനത്തിലേക്ക് വിടുന്നത്. കൊട്ടാരത്തിൽ വരുന്ന ഒരു ക്ഷത്രിയനുമായിട്ടും നിനക്ക് സമ്പർക്കമുണ്ടാകാൻ പാടില്ലല്ലോ. ഞാൻ പോണു. കഷ്ടം. അങ്ങ് തപസ്സിന് പോകാൻ തന്നെ തീരുമാനിച്ചോ? ഇത് ശക്തിയുടെ ലോകമാണ്. ഞാൻ സഞ്ജീവിനി എന്ന അപൂർവ ശക്തി നേടുകയും ചെയ്തു. എന്നാൽ എന്റെ ദുർഭാഗ്യം അല്ല, മദ്യപാനാസക്തി കാരണം ആ ശക്തി എനിക്ക് നഷ്ടമായി. ദേവയാനി അങ്ങയോർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അങ്ങ് തപസ് ചെയ്യുമ്പോൾ കൂടി നിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. എന്റെ മകൾ കൂടുതൽ ദുഃഖിക്കുന്നത് സ്വന്തം വിധിയോർത്താണ്. മഹാറാണിയായിട്ടും ഭർത്താവിൽ നിന്നും വേണ്ടത്ര സ്നേഹം കിട്ടാത്തതാണ് അവളുടെ വിഷമം. ഞങ്ങൾ തമ്മിൽ ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങത്ര കാര്യമാക്കുന്നത്. എന്റെ മകൾ ദുഃഖിച്ചാൽ അത് എന്റെയും ദുഃഖമാണ്. മഹർഷിമാരുടെ കോപശാപങ്ങളെ കുറിച്ച് മഹാരാജാവിന് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ദേവിയാനിക്ക് എപ്പോഴും എന്നെ സംശയമാണ്. വേണ്ട, അവളെല്ലാം എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ പുറപ്പെടുകയാണ്. തപസ് കഴിഞ്ഞ് വരുമ്പോൾ എന്റെ മകളെ സന്തോഷത്തോടു കൂടിയേ മടങ്ങിത്തരാവൂ. മറ്റൊന്നുകൂടി, ശർമ്മിഷ്ഠ സുന്ദരിയായ ഒരു ദാസിയാണ്. നിങ്ങൾ യുവാവായ രാജാവ് ദാസിയെ ദാസിയായി കാണുന്നതാണ് എപ്പോഴും ഉചിതം. ദേവയാനിയുടെ കണ്ണ് എല്ലായിടത്തും എപ്പോഴും എത്തിയെന്ന് വരുന്നു. മഹർഷി പോയോ? കുടിക്കാനൊന്നും കൊടുത്തില്ലല്ലോ. കടിക്കാൻ നിൽക്കുന്ന കടുവയ്ക്ക് കുടിക്കാൻ കൊടുത്തിട്ട് എന്താ കാര്യം? മഹാരാജാവിനെ ഒന്ന് മുഖം കാണിക്കാൻ അടിയൻ അനുവാദമുണ്ടോ ആവോ? ഖജനോ? എത്ര കാലമായി താങ്കളെ കണ്ടിട്ട്? ഞാനൊരു നീണ്ട യാത്രയിലായിരുന്നു. രാജകുമാരി, നിങ്ങളിവിടെ ഈ വേഷത്തിൽ? ഞാനിപ്പോൾ രാജകുമാരിയല്ല, ദാസിയാണ്. ഹസ്തിനപുരിയിലെ മഹാറാണിയുടെ ദാസി. ദാസിയോ? ദേവയാനിയുടെ ദാസിയോ? എല്ലാം വലിയ കഥകളാണ്. പറഞ്ഞു തീർക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. ശർമ്മിഷ്ഠേ, നിങ്ങളുടെ ശരീരം ഇന്ന് ദാസ്യവേലകൾ ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കണം. പക്ഷേ നിങ്ങളുടെ ആത്മാവ് ആരുടെയും ദാസിയല്ല. ഒരു കാലത്ത് ഞാൻ രാജകുമാരിയായിരുന്നു, എന്നാൽ ഇന്നോ ഞാൻ ആരുടെയും മകളല്ല, ഭാര്യയല്ല, അമ്മയല്ല, ഈ ലോകത്ത് ആരുമല്ല. ഞാൻ നിന്നെ ദേവയാനിയുടെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടാലോ? ദേവയാനിയുടെ കോപം താങ്കളും ഒരിക്കൽ അറിഞ്ഞതല്ലേ? കോപം വരാത്തവരായി ഈ ലോകത്ത് ആരുണ്ട്? പക്ഷേ വികാരങ്ങളോടൊപ്പം ഒഴുകിപ്പോകുന്നത് വലിപ്പത്തിന്റെ ലക്ഷണമല്ല. ഭാഗ്യഹീനയായ ഞാൻ എന്തു പറയാനാ? ഭാഗ്യത്തിന്റെ ഗതി അത്യന്തം വിചിത്രമാണ്. ക്ഷണനേരം കൊണ്ട് ആകാശത്തിലെ ഉൽക്കയെ ഭൂമിയിലെ കല്ലാക്കി മാറ്റാൻ അതിന് കഴിയും. ആരെപ്പോൾ ദാസിയാകുമെന്നോ ദാസിയെപ്പോൾ റാണിയാകുമെന്നോ ആർക്കും പറയാൻ കഴിയില്ല. ഇനി എന്താണ് അങ്ങേ വീണ്ടും കാണാൻ കഴിയുക? ആർക്കറിയാം? വിധി അത് മഹാ തന്നിഷ്ടക്കാരനാണ്. ഒരുപക്ഷെ നാളെ തന്നെ വിധി എന്നെ ഇവിടെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ 10-20 വർഷത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നില്ലെന്ന് വരാം. ശുക്രാചാര്യനെ പോലെ അങ്ങ് തപസ് ചെയ്യാൻ പോവാണ്.
ലോകശാന്തിക്കുള്ള എന്തെങ്കിലും വരം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ തപസ്സിന് പോകുന്നത്. അതുകൊണ്ടാണ് 10-20 വർഷം കഴിഞ്ഞേ കാണൂ എന്ന് ഞാൻ പറഞ്ഞത്. പേടിക്കണ്ട, എന്റെ കൂട്ടത്തിൽ മനസ്സിന് അത്ര സ്ഥിരതയില്ലാത്ത ഒരു സന്യാസി കൂടിയുണ്ട്. വഴിയിൽ അലയുന്നത് കണ്ടപ്പോൾ കൂടെ കൂട്ടിയത്. അദ്ദേഹം ഇതുവരെ ശാന്തനായിരുന്നു. ഇപ്പോഴെന്തെങ്കിലും കോലാഹലങ്ങൾ കാട്ടിക്കുന്നു. ഏയ്, നിങ്ങളുടെ ഈ ദാസിയെ എനിക്ക് തരുമോ? മഹർഷി, ഇതിനകത്തൊന്നും ഇല്ല, ഇവളൊരു ദാസ്യാവേണ്ടവളല്ല. ഇവളെ ഞാനൊരു റാണിയാക്കും. അയ്യോ, ഇതാരാ? മാറി നിൽക്ക്. മഹർഷി, അരുത്. മാറി നിൽക്ക്. അരുത് മഹർഷി, അരുത്. വേണ്ട, അയാളെ വിട്ടേക്ക്. ഈ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശിയാണ്. ഇത് എന്റെ ജ്യേഷ്ഠൻ യതിയാണ്. ജ്യേഷ്ഠ, നഹുഷന്റെ പുത്രന്മാർക്ക് ഒരിക്കലും സുഖം ലഭിക്കില്ല. നഹുഷന്റെ പുത്രന്മാർക്ക് ഒരു കാലത്തും സുഖം ലഭിക്കില്ല. നഹുഷന്റെ പുത്രന്മാർക്ക് ഒരിക്കലും സുഖം ലഭിക്കില്ല.